നമ്മുടെ വർക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ റോപ്പ് ചുറ്റിയ മുള. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഗാർഡനിങ് ആണ്. അതായത് നമ്മൾ വെള്ളപ്പൊക്കത്തിന് മുമ്പ് തുടങ്ങി വെച്ച ഒരു പരിപാടിയായിരുന്നു. പക്ഷെ അന്ന് വെള്ളം കാരണം നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. നമ്മളിപ്പം ജസ്റ്റ് ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇൻട്രോ എടുക്കുന്നത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ്. സോ നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഗാർഡനിങ്ങിന്റെ വർക്ക് എങ്ങനെയായിരുന്നു എന്ന് കാണാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ട ഒരു നല്ല മൂത്ത മുള നോക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് എവിടെയാണ് ചെടി നടേണ്ടത് ആ പോർഷൻ നമുക്ക് റെക്ടാങ്കുലർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് രണ്ട് വശത്ത് നമ്മൾ ഒരു ചെറിയ വാള് കൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക. അതിനുശേഷം ഇടഭാഗം നമുക്ക് ഒരു ഉളി കൊണ്ട് കണ്ടിച്ചെടുക്കാവുന്നതാണ്. വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ഉളി കൊണ്ട് മുറിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ പോർഷൻ ഇങ്ങനെ അടർത്തിയെടുക്കാൻ പറ്റും. നമ്മൾ ഒരു വശം ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എവിടേക്കാണ് ചെടി നടേണ്ടത് ആ പോർഷനിലെല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ ഇതുപോലെ വെർട്ടിക്കൽ ആയിട്ട് ഈ മുള എവിടെയാണോ ഗാർഡൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അവിടെ ഇതുപോലെ നാട്ടുക. നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതായത് ഒന്നിടവിട്ടുള്ള സ്ഥലങ്ങളിൽ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ചെടി നടാൻ ഉദ്ദേശിച്ച സ്ഥലങ്ങളെല്ലാം നമ്മൾ മണ്ണിട്ട് നിറച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ എല്ലാം മണ്ണിട്ട് നിറച്ചതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. കാരണം നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് വെള്ളം കെട്ടി നിന്നാൽ ചെടി ചീഞ്ഞു പോകും. അതുകൊണ്ട് ആ വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടി ഒരു ഹോളും കൂടെ ഇട്ട് കൊടുത്തിരിക്കണം. ഇനി നമുക്കതിൽ ചെടി നട്ട് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഏത് ചെടി വേണേലും വെക്കാം. പടർന്നു പിടിക്കുന്ന ഏതെങ്കിലും ടൈപ്പ് ചെടികളാണെങ്കിൽ 1-2 തണ്ട് വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇപ്പം നമ്മൾ നട്ടിട്ട് ഏകദേശം 2 ആഴ്ച സമയം കഴിഞ്ഞു. അപ്പം നമ്മൾ ഇടയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടി ഇടയ്ക്ക് ചെറിയ ചെറിയ റോപ്പുകൾ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഭാഗമാണ് നമ്മൾ വെള്ളപ്പൊക്കത്തിന് മുമ്പായിട്ട് ചെയ്തു തീർത്തത്. ഇതുപോലെ തന്നെ നമ്മൾ വേറൊരു മുളയും കൂടി നാട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ഹാങ്ങിങ് ഗാർഡന്റെ പ്രധാനപ്പെട്ട വർക്കിങ്ങിലേക്ക് കടക്കുന്നത്. നമുക്ക് ഈ 2 മുളയും കൂടെ ബന്ധിപ്പിക്കാൻ വേണ്ടി ഒരു കമ്പി കൊണ്ട് ക്രോസ് വെക്കണം. അതിനായിട്ട് നമ്മൾ ഒരു ആണി അടിച്ചതിന് ശേഷം ഒരു കമ്പി അതിലേക്ക് കെട്ടിക്കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്, ഈ കാണുന്നത് പോലെ. ഇനി നമുക്ക് ആ കമ്പിയിൽ ഒന്ന് റോപ്പ് ചുറ്റിയെടുക്കാം, കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി. നമ്മൾ പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് പ്ലാസ്റ്റിക് കുപ്പികൾ വേണം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 14 പ്ലാസ്റ്റിക് കുപ്പികളാണ്. നമുക്ക് ഈ കുപ്പിയിൽ ചെടി നടുവാൻ വേണ്ടി നടുഭാഗത്ത് റെക്ടാങ്കിൾ ഷേപ്പിലൊരു കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിത് കോർത്തിടാൻ വേണ്ടി ഒരു ഹോൾ ഇടണം. താഴെ വെള്ളം പോകാൻ വേണ്ടി ഒരു 3 ഹോളും കൂടി ഇടണം. ഇത്രയും നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ മേളിലും താഴെ ഹോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മേൽഭാഗത്തിട്ട് ആ ഹോളിൽ കൂടി കത്രിക കയറ്റി കട്ട് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ചെറിയ റെക്ടാങ്കുലർ പോർഷൻ മാത്രം നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. അധികം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നില്ല. ആ ഭാഗത്ത് മാത്രം നമ്മൾ മണ്ണ് നിറച്ച് ചെടി നടുവാണ് ചെയ്യുന്നത്. കുപ്പിയുടെ കട്ട് ചെയ്ത ഭാഗമൊക്കെ നല്ല ഷാർപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് കൈമുറിയാതെ വേണം ചെയ്യുവാൻ. നമ്മളിപ്പോൾ 14 കുപ്പിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചരട് ഉപയോഗിച്ച് ഇതെല്ലാം അതിലേക്ക് ഹാങ് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ ഹാങ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന ചൂണ്ട പ്ലാസ്റ്റിക് ആണ്. അത്യാവശ്യം നല്ല വണ്ണമുള്ള ചൂണ്ട പ്ലാസ്റ്റിക് ആണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊട്ടാൻ സാധ്യത കുറവാണ്. ഇത് എടുത്തിരിക്കുന്നതിന്റെ കാര്യം ഞാൻ അവസാനം പറയാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പഴകിയ ആണികളാണ്. വളഞ്ഞതൊക്കെ ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കുപ്പിയുടെ ലെങ്ത് നോക്കിയ ശേഷം നമുക്ക് ഈ 2 പ്ലാസ്റ്റിക് ചരടും കമ്പിയിലേക്ക് കെട്ടിക്കൊടുക്കാം. അതിനുശേഷം കുപ്പിയിലേക്ക് നമുക്ക് ഈ ചരട് കെട്ടിക്കൊടുക്കാം. ഇതുപോലെ ഒരറ്റം നമ്മുടെ ബോട്ടിലെ ക്യാപ്പിലേക്കുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. മറ്റേ അറ്റം നമ്മളൊരു ഹോൾ ഇട്ടിട്ട് അതിൽ കൂടി ഒരു ആണിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതിന് കാരണം നമുക്കിത് താഴേക്ക് പോവില്ല. ഇനി നമുക്ക് ഇതുപോലെ ഒരേ ലെങ്തിൽ ബാക്കിയുള്ള 3 എണ്ണം കൂടി താഴോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ 4 എണ്ണം ഇതുപോലെ തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിത് കെട്ടിക്കൊടുക്കുമ്പോൾ ഒരേ അളവിൽ തന്നെ കെട്ടാൻ പരമാവധി ശ്രമിക്കുക. അപ്പം കുറച്ച് ഭംഗിയായിരിക്കും നമുക്കിത് കാണുവാൻ. ഇനി നമുക്ക് അടുത്ത ലെയർ ഇതുപോലെ തന്നെ കെട്ടാം. അടുത്ത ലെയറിന്റെ പ്രത്യേകത, നമുക്ക് ഫസ്റ്റ് കെട്ടിയ ലെയറിന്റെ ഇടഭാഗത്ത് വരുന്നത് പോലെ വേണം അടുത്ത പോർഷൻ നമുക്ക് കെട്ടുവാൻ. ചുണ്ട പ്ലാസ്റ്റിക് എടുത്തതിന്റെ കാര്യം, അത് അധികം വിസിബിൾ അല്ല. അപ്പം കുറച്ചുകൂടി ഭംഗിയായിരിക്കും നമ്മളിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് കാണാൻ. ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 4 ലെയറാണ് കെട്ടിയിരിക്കുന്നത്. 4-3-4-3 എന്ന നമ്പറിലാണ് നമ്മൾ ഈ 4 ലെയറും കെട്ടിയിരിക്കുന്നത്. നമ്മൾ ഈ കെട്ടുന്നതൊക്കെ പരമാവധി നേരെ തന്നെ കെട്ടാൻ ശ്രമിക്കുക. അങ്ങനെയുള്ളപ്പോൾ നല്ല ഭംഗിയായിരിക്കും അവസാനം കാണാൻ.
നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മണ്ണ് നിറച്ചിട്ടുണ്ട് ഇതിലേക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് ചെടി നട്ട് കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ചെടിയൊക്കെ നട്ടിട്ടുണ്ട്. നമുക്ക് ഏത് ചെടി വേണമെങ്കിലും വെക്കാവുന്നതാണ്. നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ല ഓർഡറിലാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് വെള്ളം കയറുന്ന ഏരിയകളിലൊക്കെ ആണെങ്കിൽ സാധാരണ ഒരു ഗാർഡൻ നമ്മൾ വെച്ചാൽ അത് വെള്ളം കയറുന്ന സമയത്ത് പോകും. അപ്പോൾ ഇതുപോലെയുള്ള ഹാങ്ങിങ് ഗാർഡനുകൾ നമ്മൾ നിർമ്മിക്കുകയാണെങ്കിൽ അപ്പോൾ വെള്ളപ്പൊക്കത്തിന് നമ്മുടെ ചെടികളൊക്കെ സേഫ് ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഇങ്ങനത്തെ ഹാങ്ങിങ് ഗാർഡൻ ഒക്കെ നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നതിന്റെ കാര്യം എന്ന് ചോദിച്ചാൽ ഇവിടെയൊക്കെ ധാരാളമായിട്ട് വെള്ളം കയറുന്ന സ്ഥലങ്ങൾ, അതുപോലെ വെള്ളം കയറുന്ന കുറെ സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഗാർഡനിങ് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പൊ ഇതുപോലെയുള്ള ഹാങ്ങിങ് ഗാർഡനുകളൊക്കെ നമ്മൾ കൂടുതലായിട്ട് ചെയ്യുവാണെങ്കിൽ വെള്ളപ്പൊക്ക കാലത്തൊക്കെ ആ ചെടി പോകാതിരിക്കും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൂടുതലായിട്ട് ഹാങ്ങിങ് ഗാർഡൻ ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഈ മുള കൊണ്ടുള്ള നമ്മൾ ചെടിച്ചട്ടി ഉണ്ടായിരുന്നു. അപ്പം കുറച്ചുപേര് ചോദിച്ചായിരുന്നു ആ ചെടിച്ചട്ടി എങ്ങനെ അതിന്റെ കളർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാമെന്ന്. അപ്പൊ അതിനുള്ളൊരു മാർഗം ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ ഇതുപോലെ മുള കൊണ്ടുള്ള ചെടിച്ചട്ടി എടുത്തിട്ട് അതിന്റെ പുറത്ത് ഇതുപോലെ റോപ്പ് ചുറ്റി കൊടുക്കുകയാണെങ്കിൽ ഇനി അഥവാ മുളയുടെ കളർ പോയാലും നമുക്ക് ആ പുറത്ത് കാണത്തില്ല. അപ്പം കുറച്ചുകൂടി ഭംഗിയായിട്ട് നമുക്കിത് വെക്കാം. ഇനിയിപ്പോൾ ഇൻഡോറിലൊക്കെ വെക്കണമെങ്കിൽ നമ്മൾ ടെറസിന്റെ മുകളിലൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ റോപ്പ് ചുറ്റിയെടുത്താൽ അത് മനോഹരമായിട്ട് തന്നെ ഇരുന്നോളും. നമുക്കിപ്പോൾ 2 എണ്ണം ഇതുപോലെ നമ്മൾ റോപ്പ് ചുറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ മുളയ്ക്ക് നല്ല കട്ടിയുള്ളത് കൊണ്ട് ഒരിക്കലും ഇത് ദ്രവിച്ചും പോകത്തില്ല. സോ ഇങ്ങനെ നമ്മൾ റോപ്പ് കൊണ്ട് മുള ചുറ്റി വെക്കുവാണെങ്കിൽ ഇനി അതിന്റെ കളർ പോയി കഴിഞ്ഞാൽ പോലും നമുക്കത് അതിന്റെ കളർ പോയെന്ന് അറിയിക്കാതെ തന്നെ നമുക്കത് ഇൻഡോർ ആയിട്ട് വേണമെങ്കിലും വെക്കാൻ പറ്റും. ചില വീടുകളിലൊക്കെ ഇൻഡോർ ആയിട്ട് ഗാർഡൻ ഒക്കെ ഉണ്ട്. സോ നമുക്കത് ഇൻഡോർ ഗാർഡനിലൊക്കെ ചെറുതായിട്ട് ഇതുപോലെയൊക്കെ 1-2 പീസൊക്കെ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതായിരുന്നു നമ്മുടെ ഗാർഡനിങ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പിന്നെ ഇത് കുറച്ച് സമയം എടുക്കും ഇത് മുഴുവൻ നമ്മൾ ചെയ്തു വരാൻ. അപ്പം നമ്മൾ ഇതുപോലത്തെ വീഡിയോകളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പം മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.